അവിടെ നമ്മൾ രാവിലെ പ്രഭാത ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ വിവിധ മേഖലകളിലെ ആളുകൾ ഒരുമിച്ച് ചർച്ച ചെയ്തു. ഇപ്പോൾ കലാരംഗം, കായിക രംഗം, അല്ലെങ്കിൽ വനിതാ മേഖല, അല്ലെങ്കിൽ യുവജന രംഗം, കൃഷിക്കാർ, വ്യവസായികൾ, ഇവരെല്ലാം ഒന്നിച്ചിരിക്കുക. അപ്പോൾ അവിടെ കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പരിമിതമായ സമയം കൊണ്ട് അവരുടെ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കാൻ കഴിയാതെ കുറച്ച് ആളുകൾ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു അനുഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ സെക്ടർ വൈസായിട്ട് വിളിക്കണം. ഇപ്പോൾ സ്ത്രീ വനിതകളുടെ പ്രശ്നങ്ങൾ അത് അവർ മാത്രമായി ചർച്ച ചെയ്യുക, യുവാക്കളുടെ പ്രശ്നങ്ങൾ അവർ മാത്രമായി ചർച്ച ചെയ്യുക, സാംസ്കാരിക മേഖല അവർ മാത്രമായി ചർച്ച ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യുവജനക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ട്രിവാൻഡ്രത്ത് യുവജനം കണ്ടത്. വളരെ ഗംഭീര സംഭവമായിരുന്നു. കേരളത്തിലെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സെക്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രഗത്ഭരും 60 ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ 60 പേര് ഉന്നയിച്ച ചോദ്യവും 60 മേഖലകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ സാംസ്കാരിക രംഗത്തെ എല്ലാ സെക്ടറിൽ പെടുന്നവരെ വിളിക്കുന്നുണ്ട്. കലയുണ്ട്, സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, കഥാപ്രസംഗമുണ്ട്, നാടകമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വെക്കാം, അവരുടെ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ പറയാം. അതിന് അദ്ദേഹം മറുപടി പറയുമെന്ന് മാത്രമല്ല, നവകേരള സദസ്സിൽ നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പരിശോധിച്ച് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഓരോ വകുപ്പുകളും, ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു മുഖാമുഖം പരിപാടി സാംസ്കാരിക വകുപ്പ് തന്നെ തുടർന്ന് അതിൻ്റെ പരിശോധന നടത്തും. അതിൽ പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പരിഹരിക്കുക മാത്രമല്ല, നിർദ്ദേശങ്ങൾ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഈ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ അതിലൊരു മുതൽക്കൂട്ടാകും. തീർച്ചയായിട്ടും ഇവർക്ക് വലിയ അനുഭവമുള്ളവരല്ലേ. നമുക്ക് നമ്മുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മളൊരു വകുപ്പിനെ കൈകാര്യം ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇവർ ആ മേഖലയിൽ 10, 50, 60, 70 വർഷമായി പ്രവർത്തിച്ച് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ കാണും. അവിടെ ഇപ്പോൾ നമ്മൾ 60 പേര് ചോദ്യം ചോദിച്ചപ്പോൾ ഒരു 700-ഓളം ആളുകൾ എഴുതി തന്നു. അത് മൊത്തം നമ്മളൊന്ന് ഓടിച്ചു വായിച്ചപ്പോൾ തന്നെ ഒരുപാട് പുതിയ അറിവുകൾ, പുതിയ നിർദ്ദേശങ്ങൾ, നമുക്ക് വലിയ സാമ്പത്തിക ചെലവുകളില്ലാതെ തന്നെ നിർവഹിക്കാൻ കഴിയുന്ന ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. നല്ല നിലയിൽ തന്നെ ഈ കാര്യത്തിൽ ആളുകൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നടന്ന മുഖാമുഖം പരിപാടിയുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, നവകേരള സദസ്സിൽ നമ്മളെടുത്തത് ജനങ്ങളുമായി സംവദിക്കുക എന്നതും, എന്നാൽ മുഖാമുഖം പരിപാടിയിൽ സംവദിക്കൽ മാത്രമല്ല, കുറച്ചുകൂടി ആഴത്തുള്ള പരിശോധന നമ്മളിതിനകത്ത് നടത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല, അത് നവകേരള സദസ്സിൽ അവതരിപ്പിച്ചു. ഇവിടെ നിർദ്ദേശങ്ങൾ എങ്ങനെ ഫലപ്രദമായി പരിഹാരം കാണാൻ പറ്റും, അതിനുവേണ്ടി ഇപ്പോൾ ഒരു 9:30 നമ്മൾ ആരംഭിക്കുന്ന ഈ പരിപാടി ഒരു 1:30 മണി വരെ തുടരുകയാണ്. അതിലൊരു 30 മിനിറ്റാണ് മുഖ്യമന്ത്രി ആദ്യം സംസാരിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ സമയവും ചർച്ചയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്.